കാർത്തികപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂൾ തകർന്നു വീഴുന്നു. ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു തകർന്നു വീഴുന്നു. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി, ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം. അതും ഇതുപോലെ കാലഹരണപ്പെട്ട ബിൽഡിംഗ് ആയിരുന്നു എന്ന് പിന്നീട് അറിയുന്നു. എന്തായാലും അതിനെ ചൊല്ലി പിന്നീട് വലിയ പ്രശ്നങ്ങളാണ് അലങ്കോലം അവിടെ നടക്കുന്നത്. അടുത്ത ദിവസം ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടെന്നും അതിൽ ഈ പറയുന്ന KSU പ്രവർത്തകർക്കും CPM പ്രവർത്തകർക്കും ഒക്കെ പങ്കുണ്ടെന്നൊക്കെ പറയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അതായത് കാർത്തികപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ ഒരു അപകടം ഉണ്ടാകുന്നു. ആ അപകടത്തിൽ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. ഈ പറഞ്ഞ വിജയ് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ചയായിരുന്നു. അത് കെട്ടിടം തകർന്നു വീണു. പഴയ കെട്ടിടമായിരുന്നു. പുതിയ കെട്ടിടത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ആ സ്കൂളിലേക്ക് സ്വാഭാവികമായിട്ടും സാധാരണ സ്കൂളിലേക്ക് മാർച്ച് നടത്തേണ്ട കാര്യമില്ല, സ്കൂളിലേക്ക് മാർച്ച് നടത്തേണ്ട ആവശ്യവുമില്ല. സ്കൂളിൽ നിന്ന് പഞ്ചായത്തിലേക്കാണ്, പഞ്ചായത്തിനാണല്ലോ ഈ പറയുന്ന സ്കൂളിൻ്റെ ചുമതലയുള്ള. UP സ്കൂൾ ആയതുകൊണ്ട് തന്നെ പഞ്ചായത്താണ്, ഹൈസ്കൂളാണെങ്കിൽ ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സ്കൂളുകളുടെയൊക്കെ ചുമതലയുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടേക്കാണ് മാർച്ച് നടത്തേണ്ടത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ, അതായത് UDFൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ കൂടി സ്കൂളിലേക്ക് മാർച്ച് നടത്തി. അവിടെ CPM പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ സംഘർഷമായി. ഇവർ തങ്ങളിൽ വലിയ അടിയായി. ഈ അടിക്ക് പിന്നാലെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സ്കൂളിലുണ്ടായിരുന്ന പൂച്ചട്ടികളൊക്കെ അടിച്ചുടച്ചു. ഇതെന്താണ് സമരത്തിൻ്റെ ആവശ്യം? എന്താ? സ്കൂളിലെ കെട്ടിടം തകർന്ന് വീണാൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു, ഇല്ലെങ്കിൽ പഴയ കെട്ടിടമാണ്, അത് പുതിയത് സമയത്തിന് തുറന്നു കൊടുത്തില്ല, അതിൻ്റെ പണികൾ പൂർത്തിയാക്കിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. ഇതും ഈ സ്കൂൾ ആക്രമിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം. ഒരു സമരം നടത്തുന്നെങ്കിൽ ആ സമരത്തിന് കൃത്യമായ കാരണമുണ്ടാണ്. ആ കാരണം ഇപ്പം അധികാരികൾ നടപടിയെടുക്കാത്തവരാണെങ്കിൽ അതിനെ പറ്റിയിട്ടായിരിക്കണം അവിടെ ചെല്ലുക, സമരം നടത്തി. ഈ അക്രമം ഉണ്ടാക്കി സ്കൂളിൻ്റെ പാവപ്പെട്ട സ്കൂളിൻ്റെ മുതൽ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഇവിടുത്തെ കുട്ടികൾക്ക് അത്രയും കൂടെ പഠിക്കാനുള്ള സൗകര്യം കുറയും. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ചെന്ന് അക്രമം ഉണ്ടാക്കുക മാത്രമല്ല, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി വെച്ചിരുന്നതിലേക്ക് മണ്ണ് വാരിയിടുന്നു. എത്ര അധമന്മാരാണെങ്കിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യും? ഏറ്റവും ഈ പറയുന്ന നരാധമൻ എന്നൊക്കെ പറയുമല്ലോ, നരാധമന്മാരായിട്ടുള്ളവരാണ് ഈ പറയുന്ന ആഹാരത്തിൽ, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആഹാരത്തിൽ. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വില അറിയാവുന്നവന്മാർ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നവന്മാർ അത് മാത്രമേ ചെയ്യുള്ളൂ. കാരണം എങ്ങനെ ഭക്ഷണത്തിനകത്ത് അങ്ങനെ ഇടാൻ, മണ്ണ് വാരിടാൻ തോന്നും? അല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ CPMകാരുടെ പാരമ്പര്യം എന്താണ്? CPM ലോകത്തെ ആരെങ്കിലും, ഈ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുമോ? CPMകാരാണോ ഇത് ചെയ്യുന്നത്? ഇത് യൂത്ത് കോൺഗ്രസ് എന്നാണ് പറയപ്പെടുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. ഞങ്ങളല്ല അവരല്ല ഞങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആരോപിക്കുന്നുണ്ട്. 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11 പേരെ ഹരിപ്പാട് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. അതിന്റെ ഉദ്ദേശം എന്താണ് ഈ മണ്ണ് വാരി ഇടുന്നത് കൊണ്ടുള്ള? അതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം. വിവരക്കേടിന് അങ്ങേയറ്റം എന്നുള്ളതാണ്. പക്ഷേ CPMന്റെ രാഷ്ട്രീയക്കെതിരെയാണ് സമരം, കുട്ടികൾക്കെതിരെയോ? അതാണ് ഈ സ്കൂളിനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്ന CPMന്റെ രാഷ്ട്രീയം നമുക്കറിയാൻ പറ്റും. ലോകത്തൊരിടത്തും ക്ലാസ് മുറിയിൽ കയറി അധ്യാപകനെ കൊലപ്പെടുത്തിയ ചരിത്രമില്ല. അത് കുട്ടികളുടെ മുമ്പിലിട്ട് അത് നടന്ന നാടാണ് കേരളം. അതായത് ക്ലാസ് മുറിയിൽ കയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ ആ കുട്ടികളുടെ മുന്നിലിട്ട് തന്നെ വെട്ടിക്കൊലപ്പെടുത്തുക. ഈ കുട്ടികളുടെ ദേഹത്തേക്ക്, അവരിയ്ക്കുന്ന അവരുടെ യൂണിഫോമിലേക്ക്, അവരുടെ പാഠപുസ്തകങ്ങളിലേക്ക് കട്ടച്ചോര, ചൂട് ചോര വന്ന് വീഴുക. അതിലൂടെ നിത്യമായ മാനസിക രോഗികളായി മാറിയ ആ ആഘാതത്തിൽ പിടഞ്ഞിരിക്കുന്ന മനസ്സുമായി അവരിന്നും ജീവിക്കുന്നു. അതിലൊരു കുട്ടി, അന്ന് കുട്ടിയായിരുന്ന ഒരു സ്ത്രീ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ദാരുണമായിട്ടുള്ള ഈ അവസ്ഥ കണ്ട, ഈ സാഹചര്യം കണ്ടവർ ഇന്നും ചത്ത് ജീവിക്കുകയാണ്. ഇവർ പറയുന്ന പുഷ്പൻ ജീവിച്ചിരുന്ന രക്തസാക്ഷി എന്നല്ലേ? ഇവർ രക്തസാക്ഷികളാക്കിയ 10-30 കുട്ടികളാണ് ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നത്. ലിറ്ററലി രക്തസാക്ഷികളാണ് അവർ. അവരുടെ മനസ്സ് മുഴുവൻ കൊന്നു. ഒരു അധ്യാപകനെ കണ്ടുപിടിച്ചിട്ട് വെട്ടിക്കൊന്നതോടുകൂടി. അങ്ങനെ അത്രയും നീച കൃത്യം ചെയ്തവർ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ മണ്ണ് വാരി ഇട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതൊക്കെ ചെറുതാണ്. ഈ ഭക്ഷണം വീണ്ടും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എന്നിട്ട് ഇവർ സ്കൂളിനകത്ത് മൊത്തം ഭീരാന്തരീക്ഷം സൃഷ്ടിക്കുക. ഇവർ തമ്മിൽ, ഈ യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലടിച്ചതിന് ശേഷം ഇതിൽ പ്രവൃത്തി ദിവസമാണ്. ഈ അവിടെ ഒരു സ്വകാര്യ ചാനലിൻ്റെ ക്യാമറാമാന് തലയ്ക്ക് പരിക്കേറ്റു. ഇവർ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് അടിച്ച് തകർക്കുക, പാത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക, പൂച്ചട്ടികൾ തകർക്കുക, ഇങ്ങനെയുള്ള മണിക്കൂറുകളോളം നിന്ന സംഘർഷമായിരുന്നു. ഈ കുട്ടികൾ എന്ത് ചെയ്തു? ഈ പറയുന്ന രക്ഷാപ്രവർത്തനം, പൂച്ചട്ടി എന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം. അപ്പോൾ ഈ കുട്ടികൾ ഇതോടുകൂടി, സംഘർഷം നടക്കുന്നതോടുകൂടി കുട്ടികളെല്ലാം ചെറിയ ഓടി സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലായി ക്ലാസ് മുറികളിലൊക്കെ കയറി ഒളിച്ചിരിക്കുക. കാരണം കുട്ടികൾ നോക്കുമ്പോൾ മുതിർന്നവർ വലിയ സംഘർഷം ഉണ്ടാക്കുകയാണ് സ്കൂളിനകത്ത്. അങ്ങനെ കുട്ടികൾ ഭയന്ന് ക്ലാസ് മുറികൾക്കകത്ത് ഒളിക്കുന്നു.
അവർക്ക് ഓഫീസ് റൂമുകൾക്കകത്ത് പോയി ഒളിക്കുന്നു, അധ്യാപകർ ഒളിച്ചിരിക്കുന്നു. ഇവർക്കൊക്കെ വെളിയിറങ്ങാൻ ഭയമാണ്. കാരണം ഗുണ്ടകൾ വന്ന് വിളയാടുകയാണ് CPM-ൻ്റെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയൊക്കെ. അപ്പോൾ ഒരു സരസ്വതി വിദ്യാലയമാകുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ സരസ്വതി വിദ്യാലയം, സരസ്വതിയുടെ ആലയമാണത്. അവിടെ വിദ്യയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വന്ന് തെമ്മാടിത്തരം കാണിച്ച ഈ കൂട്ടം അവിടെ അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും വെളിയിലേക്ക് വന്ന് ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യം മണിക്കൂറുകളോളം നീണ്ടുന്ന സംഘർഷത്തെ തുടർന്നാണ് കുട്ടികൾ ചിതറിയോടിയത്. ഇതിനിടെ രക്ഷിതാക്കളും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി. ഉച്ചയോടെ സ്കൂൾ വിട്ടു. അതിനിടെ CPM പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ സ്കൂളിൽ നിന്ന് ബലമായി പിടിച്ചിറക്കാൻ ശ്രമിച്ചതും പ്രതിഷേധത്തിനാണ്. മൊത്തത്തിൽ അക്രമം ഈ പറയുന്ന കുട്ടികൾക്ക് നേരെ, അധ്യാപകർക്ക് നേരെ, മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് നേരെ, മാധ്യമപ്രവർത്തകർക്ക് നേരെ, സമരം ചെയ്യുന്നവർക്കെതിരെ, എല്ലാവർക്കും നേരെ ഈ പറയുന്ന വലിയ തകർന്ന കെട്ടിടത്തിൽ നിന്ന് ഇന്നലെ കുട്ടികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. കുട്ടികളെ തകർന്ന കെട്ടിടത്തിലല്ല ഇപ്പോൾ ക്ലാസ് നടക്കുന്നത്. സ്കൂളിൽ അക്രമം അയച്ചുവിട്ടതിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് BJP പരാതി നൽകിയിട്ടുണ്ട്. കാർത്തികപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പാത്രങ്ങളും കസേരകളും വലിച്ചെറിഞ്ഞതിലും ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമം അയച്ചുവിട്ടതിലും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് പണി തീർന്ന പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ എടുക്കണമെന്ന് 2 മാസം മുമ്പ് SMC കൂടി തീരുമാനിച്ചതാണ്. എന്നാൽ പഴയ കെട്ടിടം തകർന്ന് അപകടം ഉണ്ടാകുന്നത് വരെ ബന്ധപ്പെട്ടവർ ഇതിന് ശ്രമിച്ചില്ല. ഇതിനിടെ UDF ഭരിക്കുന്ന ചിങ്ങോലി പഞ്ചായത്തിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധമായെത്തി. അവിടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയൊരു ഉന്തം തള്ളുമൊക്കെ ഉണ്ടായെങ്കിലും സംഘർഷത്തിലേക്കൊന്നും പോയില്ല. ആര്? UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ BJP-ക്കാർ പ്രതിഷേധിച്ചിട്ട് അടിയുണ്ടായില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആ പഞ്ചായത്ത് ഭരിക്കുന്ന UDF-കാർ തന്നെ, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ വന്ന് സ്കൂളൊക്കെ അവരുടെ സ്കൂളാണ്, അവരത് അടിച്ചു തകർക്കുകയാണെന്നേ. അതിൻ്റെ ബെഞ്ചും ഡെസ്ക് അടിച്ച് പൊട്ടിക്കുക, അവിടുത്തെ പൂച്ചട്ടികൾ തീർക്കുക, പാത്രങ്ങൾ ഇല്ലാതാക്കുക, ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുക. വണ്ണമല്ലേ വാരിയിട്ടിട്ടുള്ളൂ. ഇവർ വേണ്ടി വന്ന മനുഷ്യ വിസർജ്യം വാരിയിടാൻ മടിയില്ലാത്ത കൂട്ടരായി ഈ 2 ടീമുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എന്തെല്ലാം ചെയ്തിരിക്കും. നമുക്കറിയാമല്ലോ, നിയമസഭയ്ക്കകത്ത് മുണ്ടും മടുത്തു കൂത്തി ഈ പറയുന്ന ജനാധിപത്യത്തിനെതിരെ വലിയ ഡെസ്കിന് മുകളിലൂടെ ഡാൻസ് കളിച്ച് അവിടുത്തെ സാധനങ്ങൾ നിയമസഭ മൊത്തം അടിച്ച് തകർത്ത ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ നിയമസഭയ്ക്കകത്ത് സൂംബ ഡാൻസ് കളിച്ച ഈ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ പിന്നെ ആൾക്കാർ അങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ പിന്നെ CPM-ൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സംഘർഷം നടന്നില്ലല്ലേ അത്ഭുതമുള്ളൂ. ഇവരാണല്ലോ മാതൃക സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്ന മാതൃക. അപ്പം മന്ത്രിക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആവാമല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്തായാലും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാണിച്ചു കൊടുക്കുന്നതാണല്ലോ. ഗവർണർക്കെതിരെ സർവകലാശാലയ്ക്കെതിരെ ഗവർണറെ വഴിയിൽ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഇത്തരം പ്രവർത്തികൾ കൊണ്ടുപോയി കാല് പിടിക്കാൻ ഒരൊറ്റ പിണറായി വിജയനെ ഉള്ളൂ എന്നുള്ളതാണ്, ഗവർണറിന്റെ കാല് പിടിക്കാൻ. അതെ. എന്നിട്ട് ഇപ്പോൾ തീർപ്പിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും കാർത്തികപ്പള്ളി സ്കൂളിൽ നടന്നിരിക്കുന്നത് വലിയ അതിക്രമമാണ്. ഭക്ഷണത്തിൽ മണ്ണ് വാരി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷന്തവ്യമായ തെറ്റാണത്. പൊറുക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോട്, നമ്മുടെ സമൂഹത്തിനോട്, കുട്ടികളോട്, വരാനിരിക്കുന്ന ഭാവി തലമുറയ്ക്ക് ഇവർ പകർന്നു കൊടുക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഈ കുട്ടികൾ വിചാരിക്കും. രാഷ്ട്രീയക്കാരാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്കൂൾ അടിച്ച് തകർക്കുന്നതും ഇവിടെ വന്ന ഭക്ഷണത്തിന് മണ്ണിടുന്നതും ഈ പറയുന്ന ഫർണിച്ചറും പൂച്ചട്ടിയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇതൊക്കെ ചെയ്താൽ മതിയല്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ ഇതൊക്കെ പണ്ട് ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ട് തന്നെ ശിവൻകുട്ടിയെ നോക്കുമ്പോൾ ഇതാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടി ചെയ്ത അതേ കാര്യം ഞങ്ങൾ ചെയ്താൽ ഞങ്ങളും മന്ത്രിയാവും, ഞങ്ങൾ രാഷ്ട്രീയക്കാരാവും, ഞങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന ഇത്തരം തൊഴിലെടുക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല എന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തോട്ടാണല്ലോ പോകുന്നത്. അതെ, അവരിവിടെ തുടരുന്നുമില്ല. ഇതാണ് കാർത്തികപ്പള്ളി സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത്. അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം, അക്രമത്തിൻ്റെ സാഹചര്യം. ഇത് ഒട്ടും കേരളത്തിനൊട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല എന്നുള്ളതും ഇതിൽ പ്രസക്തമാണ്.